ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു കുട റിപ്പയറിങ്ങിന് കിട്ടിയിട്ടുണ്ട്. അത് റിപ്പയറിങ് ചെയ്യാൻ പോണെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എന്താ നമ്മൾ മൊത്തം അയച്ചിട്ട് തന്നെയാണ്. അതിൻ്റെ കമ്പി മൊത്തം പൊട്ടി കിടക്കണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഒന്നിന് സെറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. നമുക്ക് ഫോണൊന്നും ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യാം. രണ്ട് മിനിറ്റ് കൊണ്ട് പണിയത് നമ്മൾ കെട്ട് കമ്പി ഔഷധി പൊതുമേഖലയിലെ രാജ്യത്തെ ഏറ്റവും വലിയ ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനം. ബ്രഷ് ബിഫോർ ബെഡ് ചെയ്യാറുണ്ടോ? കേടായ പല്ലുകൾ നമുക്ക് ശരിയാക്കട്ടെ. അതിന് ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് റിയലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. മനുഷ്യർ പണിത വേലിക്കെട്ടിൽ കുടുങ്ങിപ്പോയി ജിറാഫിനെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. കമ്പിവേലിയിൽ കാൽ കുരുങ്ങി വീണു പോയപ്പോൾ രക്ഷകനായി എത്തിയതാണ് ഒരു പ്രദേശവാസി. മനുഷ്യനും മൃഗവും തമ്മിലും ആവാൻ കിട്ടും സഹസ്നേഹം എന്നത്. സഹജീവി സ്നേഹം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട അടയാളമായി മാറും. ജിറാഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഈ ജിറാഫിനെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ കഴുത്തിന് നീളമുള്ള ജീവിയാണല്ലോ ജിറാഫ്. എന്നാൽ ജിറാഫ് ആരുടെയും കാര്യത്തിൽ അനാവശ്യമായിട്ട് തലയിടാറില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ജിറാഫിന്റെ ഒരു പ്രത്യേകതയാണ്. നീളപ്പുറമാണെങ്കിൽ മറ്റുള്ള കാര്യത്തിലൊക്കെ തലയിടുന്ന മനുഷ്യരുണ്ട്. ജിറാഫിനെ കണ്ടുപിടിക്കണം. ആരുടെയും കാര്യത്തിൽ തലയിടുന്നില്ല. ഇത്രയും വലിയ കഴുത്തിന് നീളം ഉണ്ടായിട്ട് ജിറാഫിനെ രക്ഷപ്പെടുത്തിയ പ്രദേശവാസി അല്ലേ? കൊള്ളാം, സൂപ്പറാണ്. ഇതേപോലെ ചുറ്റുവട്ടത്ത് ജീവികളൊക്കെ പിടയുന്നത് കാണുമ്പോൾ അവരെയൊക്കെ സംരക്ഷിക്കാനുള്ള ഒരു സ്നേഹം നിങ്ങൾക്കുണ്ടാവട്ടെ. പ്രിയ പ്രേക്ഷകരെ, ഹിജാബ് വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വാർത്താ പ്രഭാതത്തിൽ ഈ പരിപാടി അവതരിപ്പിച്ചപ്പോൾ അതിലൊരു പ്രാർത്ഥനയുടെ 2 വരി ഞാൻ പ്രേക്ഷകർക്ക് പങ്കുവെച്ചു. ഒരുപാട് പ്രേക്ഷകർ മെസ്സേജ് ആ വരികൾ പൂർണ്ണമായിട്ട് നൽകാമോ, എന്താണ് ആ വരികൾ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു. എന്നതിന് പൂർണ്ണരൂപമല്ല അന്ന് അവതരിപ്പിച്ചതും അത് പറഞ്ഞത്. ആ പ്രാർത്ഥനയുടെ വരികൾ ഇങ്ങനെയാണ്. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പാടിക്കേട്ടതാണ്. മനോഹരമായ വരികളാണ്. ഇപ്പോൾ തട്ടമിട്ട അധ്യാപികയും തട്ടമിട്ട കുട്ടിയും തട്ടമിട്ട് വരാത്തവരും ഒക്കെയുള്ള ഒരു നാടാണല്ലോ നമ്മുടേത്. അപ്പോൾ അവിടെ ഒരു സന്തുലിതാവസ്ഥ വേണമെന്നുള്ളതാണ്. അടിസ്ഥാനമായി എന്താ പ്രശ്നം? കുട്ടികൾ പഠിക്കണം, ഒന്ന് മിടുക്കന്മാരായിട്ട് മാറും, നമ്മുടെ നാട് മികച്ച നാടായിട്ട് മാറും അല്ലേ? ആ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: വായനശാലയിലേക്ക് വരരുതേ നീ ദൈവമേ, വിവിധ മതക്കാർ അവിടെ കാണും മതമില്ലാത്തവരും. കളിസ്ഥലങ്ങളിലേക്ക് വരരുതേ നീ ദൈവമേ, വിവിധ മതക്കാർ വന്ന് കളിക്കും മതമില്ലാത്തവരും. കലാലയങ്ങളിലേക്ക് വരരുതേ നീ ദൈവമേ, വിവിധ മതക്കാർ വന്ന് പഠിക്കും മതമില്ലാത്തവരും. ആരായിട്ട് വരും നീ എന്നത് ഞങ്ങൾക്കറിയില്ല, ആരായാലും ഞങ്ങൾക്കിടയിൽ ഓരിന് വഴിയാവും. ആശുപത്രിയിലേക്കും അങ്ങാടിയിലേക്കും പാടത്തും പറമ്പിലേക്കും പണിശാലയിലേക്കും ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിൽ വരല്ലേ നീ ദൈവമേ. നീതി നടത്തുന്നവരുടെ മുന്നിൽ നീ തല കാണിക്കരുതേ, ഏതു മതത്തിൻ മുഖം നിനക്കെന്നറിവായിട്ടില്ല, ഏതായാലും ഞങ്ങൾക്കിടയാകാൻ. അങ്ങനെ ഒരു സൈഡ് നമ്മൾ കെട്ടിക്കഴിഞ്ഞു. നിങ്ങൾക്ക് നമുക്ക് എക്സ്ട്രാ ഒന്ന് നോക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളയാം. കൂടുതലൊന്നും ഇനി അടുത്തത് നമുക്ക് കേട്ടാം. അടുത്ത മേൽഭാഗം ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. അഴിമതി കേസിൽ പഞ്ചാബ് DIGയെ CBI അറസ്റ്റ് ചെയ്തു. 5 കോടി രൂപയും ആഡംബര വാഹനങ്ങളും വിലകൂടിയ വാച്ചുകളും പിടിച്ചെടുത്തു. 1.5 കിലോ സ്വർണവും പിടിച്ചെടുത്തിട്ടുണ്ട്. അഴിമതി ആരോപണത്തിൽ ഹർചരൺ സിംഗ് ഭുല്ല CBI നിരീക്ഷണത്തിലായിരുന്നു. ആദിൽ പാലോട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോടെ എന്താണ് ഈ കേൾക്കുന്നത്? CBI പെട്ടെന്ന് ഇറങ്ങാറുണ്ട് പരിപാടി. നമുക്ക് വിലകൂടിയ വാച്ചുകൾ 1.5 കിലോ സ്വർണം ചെറിയ മുടിയല്ല അല്ലേ?
കോടി നോട്ട് നോക്കി 500 നോട്ട് മാത്രം വേണ്ടി അപ്പം ഇപ്പോൾ തീരെ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കിനൊക്കെ കുടകൾ വേണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിക്കേണ്ടതാണ്. എൻ്റെ നമ്പർ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. എന്റെ വൈഫ് ഈ കണ്ണൻ ചിരിക്കുന്ന ദിവസം ഞങ്ങളുടെ വീടും വേണമെന്ന് ഇവൾ പറയുന്നു. അങ്ങനെയോ? ഇൻഡിഗോ പ്രീമിയം എക്സ്റ്റി വെറും ചുവരുകൾക്ക് നൽകുന്നു നക്ഷത്രജ്ഞാനം. ഇതിനകത്ത് എക്സ്ട്രാ ഒന്ന് കട്ട് ചെയ്ത് എക്സ്ട്രാ നമ്മുടെ കുട കെട്ടിക്കഴിഞ്ഞു. ബാക്കിയുള്ള നോക്കുമ്പോൾ നമുക്കങ്ങോട്ട് തള്ളി വെക്കാം. അങ്ങനെ നമ്മുടെ കുട അങ്ങനെ സെറ്റായി. ഇനി കുറച്ച് തുന്നൽ മാത്രം. ഈ പൊട്ടി കിടക്കുന്ന നൂലുകളൊക്കെ ഒന്ന് തുന്നി പിടിപ്പിച്ച് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ടാഗ് ചെയ്യണം. അപ്പോൾ തുന്നലിപ്പോൾ കുറവായിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൂടുതലിപ്പോൾ ടാഗാണ് ചെയ്യുന്നത്. ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും പൊട്ടിപ്പോയില്ല. നൂലാകുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ രവിച്ച് തുടങ്ങും. പഴക്കം എത്തിക്കഴിയുമ്പോൾ ഇതാകുമ്പോൾ രവിച്ച് പോകില്ലല്ലോ. നമ്മുടെ ടങ്കി സൊള്ളി പോലത്തെ മെറ്റീരിയലാണത്. ഞാനിപ്പോൾ ഒരു കൊല്ലമായിട്ട് ഈ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നല്ല സംഭവം കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. നൂലാകുമ്പോൾ കുറേ പഴക്കം എത്തിക്കഴിയുമ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ഓരോരുത്തരും ഓരോ മോഡലനുസരിച്ച് നമ്മൾ ചെയ്യണം. ഇത് ചെറിയൊരു കുറഞ്ഞ ടൈപ്പ്, ഇച്ചിരി വീതി കുറഞ്ഞ ടൈപ്പാണ്. വിശ്വാസത്തിന്റെ 100ാം വർഷാഘോഷം. നിരവധി ഓഫറുകൾ, സ്വർണ്ണ നാണയങ്ങൾ, സർപ്രൈസ് സമ്മാനങ്ങളും. ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ തൊട്ടടുത്തുള്ള ഭീമ ജ്വൽസ് സന്ദർശിക്കൂ. അങ്ങനെ നമ്മുടെ കുടയുടെ വർക്ക് കഴിഞ്ഞു, മൊത്തത്തിൽ തുന്നി കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഗൈസ്? അടിപൊളിയല്ലേ? പഴയ കുട റിപ്പയറിങ് ചെയ്തത്. എങ്ങനെയായിരുന്നു കുടയാ? ഇപ്പം അതിൽ പുത്തം പുതിയ പോലെ ആക്കിയില്ല. സ്റ്റീലൊക്കെ ഇച്ചിരി മോശമാണ്, അതിൻ്റെ പഴക്കം എത്തിയാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.